ഹലോ. അപ്പോ കുറേ പേര് മെസ്സേജ് ചെയ്തിരുന്നു കേട്ടോ. പാച്ചൂട്ടിന്റെ സർജറി എന്തായി എന്ന് ചോദിച്ചിട്ട്. പാച്ചൂട്ടിന്റെ സർജറി വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നിങ്ങൾ ഓൾറെഡി മമ്മിയുടെ വീഡിയോയിലോ ഡിംപിളിന്റെ വീഡിയോയിലോ ഒക്കെ കണ്ടു കാണും. ഇത് ഞാൻ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനും ആൻസൺ ചേട്ടനും ഡിംപിളും പാച്ചുവും കൂടെയാണ് കാറിൽ പോണത്. ഡാഡി സ്കൂട്ടറിൽ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് മുന്നേ ഡാഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ അവിടെ എത്തിയത്. അപ്പം ഞങ്ങൾ ദയയിലാണ് പോയത്. അസീസ് ഡോക്ടറാണ് കേട്ടോ പാച്ചുവിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പം വളരെ കാംലി അവനോട് പറഞ്ഞൊക്കെ നോക്കി. കാരണം അനസ്തേഷ്യയുടെ പ്രൊസീജിയറും ഒക്കെ അവനെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ മൂപ്പര് നോക്കുകയാണ് കേട്ടോ. വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഫോട്ടോസിൽ കണ്ടിട്ടുണ്ട്. നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലോഞ്ചിൽ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അനസ്തീസിസ്റ്റ് വരണം, മീറ്റ് ചെയ്യണം, സംസാരിക്കണം, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ദയയിൽ പോയാൽ കൂടുതലും ഇഷ്ടം. നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, തിക്കിലും തിരക്കിലും നമ്മൾ പെട്ടുപോകില്ല. വളരെ എന്താ പറയുക, നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക, കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തരിക. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങളെ എല്ലാ കാര്യത്തിനും സഹായിക്കുക സാജിദ് സാറാണ് കേട്ടോ. സാജിദ് സാറേ ഞങ്ങൾ ഇതേ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല ആർക്കായാലും സാർ അത് ഭംഗിയിൽ ചെയ്തു തരും കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും മുക്കിലും മൂലാണ് ഒരു ചിരിച്ച മുഖം ഇങ്ങനെ കാണാം കേട്ടോ. സച്ച് എ ലവിങ് പേഴ്സൺ ആണ് കേട്ടോ. മുഖത്ത് എപ്പോഴും ഒരു ചിരി കാണും കേട്ടോ. അങ്ങനെ ദേ വരുന്നുണ്ട്. പറഞ്ഞു തീർന്നില്ല, ദേ നടന്ന് നടന്ന് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സാജിദ് സർ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് ദയയിൽ പോകണ്ട, അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാജിദ് സാറിനെ കോൺടാക്ട് ചെയ്യാം. സാർ എല്ലാ ഹെൽപ്പും ചെയ്തു തരും കേട്ടോ. അപ്പം നമ്മുടെ ഒട്ടുമിക്ക ആവശ്യങ്ങൾക്കും നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ വരാറ്. അപ്പോൾ അതേ ഞങ്ങൾ ലാസ്റ്റ് നമ്മൾ ചോദിക്കാതെ തരുന്നൊരു സാധനം ഉണ്ടല്ലോ, ബില്ല്, അതടയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇന്ന് ഈ ഒരു വോയിസിന് ഇത്ര എക്സൈറ്റ്മെന്റിന് കാരണം, കുറേ നാളുകൾക്ക് ശേഷം കുറേ റിലാക്സ് ചെയ്ത് ഒരുപാട് മനസ്സുകൊണ്ട് ചിരിച്ച ഒരു ദിവസമാണ് കേട്ടോ. സംഭവം പാച്ചുവിന്റെ സർജറി ഡേ ആണെങ്കിലും കുറേ വിഷമിച്ചു. കുറേ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടെങ്കിലും വളരെ സക്സസ്ഫുള്ളി ഞങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ ഭംഗിയിൽ അത് അവസാനിച്ചു. അപ്പോൾ അതേ സാജിദ് സാറിനോട് നന്ദി പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കാരണം ഞങ്ങൾ വരുമ്പോൾ തൊട്ട് ഞങ്ങളുടെ കൂടെ ഓരോ കാര്യങ്ങളും ഭംഗിയിൽ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാച്ചുവിനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആൻസിനേട്ടൻ വാങ്ങിക്കാൻ പോയി കാണേ. അപ്പോൾ ഇന്ന് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഡിംപിളിനും വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്കും വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ലോങ് വീഡിയോ അല്ല, ഞാൻ ഷോർട്സിനുള്ളതായിരുന്നു കേട്ടോ എടുക്കുന്നത്. അങ്ങനെ ദേ പ്രാർത്ഥിച്ചു പോയി, പ്രാർത്ഥിച്ച് തന്നെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ടെൻഷൻ അടിച്ചെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല. വളരെ ഭംഗിയിൽ കഴിഞ്ഞു. മോറോവർ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും അനുഗ്രഹങ്ങൾക്കും നന്ദിയുണ്ട്. പാച്ചുക്കുട്ടൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.